സിനിമാസിൻ്റെ ഇനോഗ്രേഷൻ ഡേയുടെ വ്ളോഗാണിത്. കണ്ടു നോക്കൂ. ഞങ്ങൾ വണ്ടിയൊക്കെ ദൂരമുള്ളൊരു പറമ്പിൽ പാർക്ക് ചെയ്തിട്ട് പോന്നു. കാരണം രാത്രി പോകുമ്പോൾ ഇനി എടുക്കാൻ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അകത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിന്തയും പൊപ്പയും അവിടുത്തെ കിണറൊക്കെ കണ്ടപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഒരു പഴയൊരു കിണറിന് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. നാട് ഒട്ടേറെ പ്രതീക്ഷകളോടെ കാണുന്ന മമ്മൂട്ടിക്കും മോഹൻലാലിനും ജയറാമിനും സുരേഷ് ഗോപിയുടെയും പിൻതലമുറക്കാരനായി മലയാള നാടിന്റെ പുത്തൻ ആരോദയമായി മലയാളികളുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ഏറെ പ്രിയങ്കരനായ വെള്ളിത്തിരയുടെ പ്രിയങ്കരനായ ഇർഷാദ് അലി, ഏറെ സ്നേഹത്തോടെ ഇർഷാദ് അലിയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഏവർക്കും അറിയാം, നാടകത്തിലൂടെ സീരിയലുകളിലൂടെ മലയാളികളുടെ വീട്ടിൽ എന്നും ഒരു സീരിയൽ, ശിവജി ചേട്ടൻ്റെ സീരിയൽ ഉണ്ടെങ്കിൽ അതെന്നും കാണാതെ എന്നും TV കണ്ട് അത് മതിമറവോളം കാണുവാനും അത് ആസ്വദിക്കുകയും ചെയ്യുന്ന മലയാളികൾ. ആ മലയാളികൾ TV-യിൽ ഇടയ്ക്ക് കാണാറുള്ളൂ. TV-യിൽ എന്നും കാണുന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ നേരിൽ കാണുവാൻ ഒരവസരം ലഭിച്ചിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് കച്ചേരിപ്പടിയിൽ MC തിയേറ്റർ എന്നൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. ആ തിയേറ്റർ പൂട്ടിയതിന് ശേഷം നീണ്ടൊരു ഇടവേള തന്നെ എടുത്തു വീണ്ടും ഒരു തിയേറ്റർ നാട്ടിലെത്താനായിട്ട്. നാടകത്തെയും സിനിമയെയും ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളാണ് ഈ നാട്ടുകാർ. വിശിഷ്ട അതിഥികളൊക്കെ സ്റ്റേജിൽ ഇൻവൈറ്റ് ചെയ്തിരുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ നല്ലൊരു തിരക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നാട്ടുകാർ എത്രത്തോളം ഒരു തിയേറ്ററിനായിട്ട് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത്. ഈ ഒരു ആഗ്രഹം സഫലമാക്കിയത് ബെന്നോ മാറോക്കയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയാണ് ആദ്യം ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ആരംഭിച്ചത്. ശേഷം നടനും എഴുത്തുകാരനുമായിട്ടുള്ള VK ശ്രീരാമൻ സാറ്, പിന്നെ ഓരോരുത്തരും ഭദ്രദീപം കൊളുത്തി അങ്ങനെ ചടങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. VK ശ്രീരാമൻ മാത്രമല്ല, നടന്മാരായ ഇർഷാദ് അലി, ശിവജി ഗുരുവായൂർ, ചലച്ചിത്ര ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് എല്ലാവരും ഉണ്ടായിരുന്നു. ഇവരൊക്കെ നമ്മുടെ നാട്ടുകാരും കൂടിയാണ്. അങ്ങനെ വൈലത്തൂർ B സിനിമാസിൻ്റെ ഇനോഗ്രേഷനായിട്ട് ഒരുപാട് പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ വന്നിട്ടുണ്ടായിരുന്നു. ചലച്ചിത്ര താരങ്ങൾ മാത്രമല്ല, ഫാദർ ഡേവിസ് ചിറമ്മൽ ഉൾപ്പെടെയുള്ള സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഈ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു. പൊപ്പയ്ക്കും ചിന്തയ്ക്കും പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയപ്പോൾ അവരവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ആ സമയം ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നടക്കാണ് കേട്ടോ. വൈലത്തൂർ അഞ്ഞൂർ ഏരിയയിലുള്ളവർക്ക് ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു തിയേറ്റർ ലഭിക്കുന്നത്. അതും 4K ലേസർ പ്രൊജക്ഷനോട് കൂടി ഹുഗോ സിൽവർ സ്ക്രീൻസ് ഉപയോഗിച്ചിട്ടുള്ള ഡോൾബി ആറ്റമസ് സൗണ്ട് സിസ്റ്റമും കൂടിയുള്ള ഒരു തിയേറ്റർ. ഇനോഗ്രേഷൻ കഴിഞ്ഞ് തിയേറ്റർ കാണാനുള്ള എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ് നാട്ടുകാർ മുഴുവനും. ഞാൻ ഓൾറെഡി വ്ളോഗ് എടുക്കുന്ന സമയത്ത് തിയേറ്ററിൻ്റെ അകത്ത് കയറി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വ്ളോഗ് കാണേണ്ടവർക്ക് കാണാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിക്കറ്റ് വിൽപ്പന നടന്നു, പിന്നെ മൊമെന്റോ ഡിസ്ട്രിബ്യൂഷൻ നടക്കുകയാണ്. അങ്ങനെ ഓരോ ചടങ്ങുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ പങ്കെടുത്തിട്ടുള്ള ചടങ്ങാണ് ഇത്. അപ്പോൾ നടൻ VK ശ്രീരാമനാണ് തിയേറ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മക്കളും ഉണ്ടല്ലോ എൻ്റെ കൂടെ. പിന്നെ അതും തന്നെയല്ല, ഇത് ഇനോഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകളൊക്കെ കൂടി അങ്ങോട്ട് കയറും. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇടിച്ച് കയറുന്നതിൻ്റെ ഇടയ്ക്ക് കുട്ടികളെയും എടുക്കണം, വീഡിയോ എടുക്കണം. അപ്പോൾ ഞാൻ ചിന്തനെടുത്ത് പിടിച്ചു, പൊപ്പനെ കൈമ പിടിച്ചു, ഒരു കയ്യിൽ ഫോണ് പിടിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവാം, അതൊന്നും ക്ഷമിക്കണം. കാരണം എനിക്ക് അകത്ത് കയറി നിൽക്കാനുള്ളൊരു സാവകാശം കിട്ടിയില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ നല്ല തിക്കലും തിരക്കലും ഒക്കെ ഉണ്ട്. ഒരുപാട് പേര് വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഒരുപാട് പേര് അകത്ത് കയറാനും അത് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണോ സംഭവിക്കുക എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അതാ ഇനോഗ്രേഷൻ കഴിഞ്ഞു. ഇനി സ്ക്രീൻ 1ൻ്റെ ഇനോഗ്രേഷനാണ്. അപ്പോൾ അതിനായിട്ടാണ് പോകുന്നത്. ഈ തിയേറ്ററിനകത്ത് ഫുൾ വിഷ്വൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വ്ളോഗ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണേണ്ടവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ സ്ക്രീൻ 1ൻ്റെ ഇനോഗ്രേഷൻ ചലച്ചിത്ര ഗാനരചയിതാവ് റഫീഖ് അഹമ്മദാണ് നിർവഹിക്കുന്നത്. ആളുകളൊക്കെ എങ്ങനെയെങ്കിലും ഇനോഗ്രേഷൻ കഴിഞ്ഞ് അകത്തോട്ട് കയറി അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണണം, സൗണ്ട് സിസ്റ്റം ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ഒരു വ്യഗ്രതയിൽ നിൽക്കുകയാണ്. ആ തിക്കിനും തിരക്കിലും പെട്ട് ഇടി കൊള്ളണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് മാറിയപ്പോൾ ഇർഷാദ് അലി ഫിലിം പോസ്റ്ററൊക്കെ നോക്കി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ശ്രീ റഫീഖ് അഹമ്മദ് സ്ക്രീൻ 1 ഉദ്ഘാടനം ചെയ്യുകയാണ്.
സ്ക്രീൻ 2ൻ്റെ ഇനോഗ്രേഷൻ ഇർഷാദ് അലിയാണ് നിർവഹിച്ചത്. അപ്പോൾ ആ ഒരു വിഷ്വല് ഷോർട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് വ്ളോഗിൽ ഇടാത്തത് കേട്ടോ. അപ്പോൾ 2 സ്ക്രീനിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞു, ആളുകളൊക്കെ അകത്ത് കയറി കാണുകയാണ്. സ്ക്രീൻ 2ലാണ് ഞങ്ങൾ കയറിയത്. അപ്പോൾ പപ്പയ്ക്കും ചിന്നയ്ക്കും കയറണം എന്നൊരു നിർബന്ധം. തിയേറ്ററിൽ ഓൾറെഡി വീഡിയോസൊക്കെ എടുത്തത് അവർക്കറിയാം, വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരിതാ പോവാണ്. സ്ക്രീൻ 1ലാണ് 4K ലേസർ പ്രൊജക്ഷൻ, സ്ക്രീൻ 2ൽ 2K ലേസറും. സൗണ്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പോൾ 14 തീയതി മുതലായിരുന്നു ഫിലിംസിൻ്റെ സ്ക്രീനിങ്. ഇത് ജസ്റ്റ് സോങ്സും ടീസേഴ്സൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ പ്രൊജക്ടേഴ്സിൻ്റെ ഇനോഗ്രേഷനും കൂടി നടന്നിരുന്നു. പ്രൊജക്ടർ 1ൻ്റെ ഇനോഗ്രേഷൻ ശിവജി ഗുരുവായൂരും, പ്രൊജക്ടർ 2ൻ്റെ ഇനോഗ്രേഷൻ കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള KV അബ്ദുൽ ഹമീദുമാണ് നിർവഹിച്ചത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഒന്നും എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, നമ്മൾ സ്നാക്സൊക്കെ കഴിച്ചു വന്നു. DJ നൈറ്റ് തുടങ്ങി അവിടെ. അതാണല്ലോ മെയിൻ അട്രാക്ഷൻ. അപ്പോൾ കുറേ പേര് അത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ പൊപ്പയാണെങ്കിൽ ഡാൻസ് ഒക്കെ ആരംഭിച്ചു കേട്ടോ. ഭയങ്കര സ്റ്റെപ്പുകളായിരുന്നു പൊപ്പയുടെ വക. അപ്പോൾ ഇതിൽ അതിൻ്റെ മ്യൂസിക്കൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വേറൊരു മ്യൂസിക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ മ്യൂസിക്കിനൊത്തിട്ടായിരുന്നു ആള് സ്റ്റെപ്പൊക്കെ ഇട്ടായിരുന്നത്. എന്തായാലും ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ചിന്തനേക്കാളും. നാട്ടുകാർക്ക് വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു ഈ ഒരു DJ നൈറ്റ്. ആജ് ഹീറ്റിൻ്റെ DJ നൈറ്റ് എന്നെ കുറിച്ചിട്ടൊന്നും പറയാനില്ല. അത്രയും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ, അടിപൊളിയായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു, പ്രത്യേകിച്ച് ഞാനും മക്കളും. കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു DJ നൈറ്റിന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഫുള്ളും നിന്ന് കാണാനായിട്ട് സാധിച്ചില്ല. ഞങ്ങൾക്ക് ഇങ്ങോട്ട് എത്തേണ്ട കാരണം കൊണ്ട് ഞങ്ങൾ വേഗം തന്നെ തിരിച്ചു. എന്നാലും അത്യാവശ്യമൊക്കെ അവിടെ നിന്ന് കണ്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് നാട്ടുകാർക്ക് ഒരുക്കിക്കൊണ്ട് തന്നെയായിരുന്നു ബി സിനിമാസിൻ്റെ ഇനോഗ്രൽ ഒഫീഷ്യൽ ഫങ്ഷൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഹാപ്പി ആയിട്ടാണ് എല്ലാവരും പിരിഞ്ഞത്. അപ്പോൾ ഫിലിം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യാനും കുറച്ച് ലേറ്റായിപ്പോയി. ഞാൻ അന്ന് ലൈവായിട്ടും ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തിരക്കുകളായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്യാനായിട്ട് വൈകിയത്. എന്തായാലും ഗുരുവായൂർ കുന്നംകുളം ഏരിയയിലുള്ള ആളുകൾക്ക് ഇനി 4K തിയേറ്റർ അന്വേഷിച്ച് വേറെ എങ്ങും പോകണ്ട, നേരെ വയലത്തൂർ 500 റോഡിലുള്ള ബി സിനിമാസിലോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് എൻഡ് ചെയ്യാണ്. ടാറ്റാ.